ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത്? ഉത്തരം ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത്? ഉത്തരം ഓപ്പറേഷൻ കാവേരി. ഇന്ത്യയിലെ പ്രഥമ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലാശയങ്ങളുള്ള സംസ്ഥാനമേത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ പ്രഥമ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലാശയങ്ങളുള്ള സംസ്ഥാനമേത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏത് നദിക്കടിയിലൂടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്? ഉത്തരം ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏത് നദിക്കടിയിലൂടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്? ഉത്തരം ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെ? ഉത്തരം ഹുബ്ബള്ളി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെ? ഉത്തരം ഹുബ്ബള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് എവിടെ? ഉത്തരം സൂറത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് എവിടെ? ഉത്തരം സൂറത്തിൽ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെ പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യമാണ് ജ്യൂസ്? ഉത്തരം വ്യാഴം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെ പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യമാണ് ജ്യൂസ്? ഉത്തരം വ്യാഴം. സംഘർഷം നിലനിൽക്കെ ചെനാബ് നദിയിലെ നീരൊഴുക്ക് കുറയ്ക്കുന്നതിനായി ഏത് ഡാമിൻ്റെ ഷട്ടറുകളാണ് ഇന്ത്യ അടച്ചത്? ഉത്തരം ബഗ്ലിഹാർ. സംഘർഷം നിലനിൽക്കെ ചെനാബ് നദിയിലെ നീരൊഴുക്ക് കുറയ്ക്കുന്നതിനായി ഏത് ഡാമിൻ്റെ ഷട്ടറുകളാണ് ഇന്ത്യ അടച്ചത്? ഉത്തരം ബഗ്ലിഹാർ. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയി നിയമിതയായത് ആരാണ്? ഉത്തരം OM ശാലീന. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയി നിയമിതയായത് ആരാണ്? ഉത്തരം OM ശാലീന. ഓസ്ട്രേലിയയിൽ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയതാര്? ഉത്തരം ആന്റണി ആൽബനീസ്. ഓസ്ട്രേലിയയിൽ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയതാര്? ഉത്തരം ആന്റണി ആൽബനീസ്. ഈയിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയത് ഏത് സ്ഥലമാണ്? ഉത്തരം ചണ്ഡീഗഡ്. ഈയിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സ്ഥലമേത്? ഉത്തരം ചണ്ഡീഗഡ്.